ഏലിയാ ശ്ലീഹ മൂശക്കാലങ്ങളിലെ മൂശക്കാലം ഒന്നാം ഞായറാഴ്ചയാണ് ഇന്ന് ആചരിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ മൂശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഉപദേശമാണ് നാം ശ്രവിക്കുന്നത്. നിയമാവർത്തന പുസ്തകം മുഴുവൻ മൂശ ജനത്തിന് നൽകുന്ന ഉപദേശങ്ങളായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുസ്തകത്തിന്റെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ സീനായ് മുതൽ മൊവാബ് വരെയുള്ള യാത്രയിലെ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ സീനായിൽ നൽകിയ നിയമങ്ങളെ അനുസ്മരിക്കുകയും അതിന്റെ വ്യാഖ്യാനവുമാണ്. 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ്. തുടർന്ന് 27 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിൽ നിയമങ്ങൾ അനുസരിച്ചാലുള്ള അനുഗ്രഹങ്ങളും ലംഘിച്ചാലുള്ള ശിക്ഷകളും മോശയുടെ അന്തിമാശീർവാദവും കീർത്തനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കണമെന്നും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കണമെന്നും അവിടുത്തെ ശിക്ഷണ നടപടികളും സംരക്ഷണവും ഓർമ്മിക്കണമെന്നുമാണ് മൂശ പറയുന്നത്. കർത്താവ് നൽകിയ നിയമങ്ങളെല്ലാം അനുസരിച്ചാൽ മാത്രമേ അവർ ശക്തരാവുകയും കർത്താവ് നൽകുന്ന ദേശം സ്വന്തമാക്കുകയും അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്യുകയുള്ളൂ. കർത്താവ് നൽകുന്ന ദേശം സ്വന്തമാക്കണമെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ കരുണയാലും കരുതലിനാലും ലഭിക്കുന്ന വാഗ്ദത്ത ദേശം സ്വന്തമാക്കുന്നതിന് അവരുടെ സഹകരണവും പരിശ്രമവും വേണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2ാമത്തെ പ്രഘോഷണത്തിലും കർത്താവിന്റെ മഹത്വമാണ് പ്രഖ്യാപിക്കുന്നത്. അവിടുത്തെ മഹത്വത്തിനു മുൻപിൽ ജനതകളെല്ലാം വളരെ നിസ്സാരങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ കർത്താവിന്റെ ഉന്നതമായ മഹത്വമാണ് പ്രവാചകൻ എടുത്തു കാണിക്കുന്നത്. കർത്താവിന്റെ മഹത്വത്തിനു മുൻപിൽ പ്രപഞ്ചം മുഴുവനും എല്ലാ ജനതകളുമുണ്ട് എന്ന കാര്യവും വചനം പങ്കുവെക്കുന്നു. കർത്താവിന് സമനായി ആരുമില്ല. മനുഷ്യചിന്തകളെല്ലാം വളരെ നിസ്സാരങ്ങളാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗത്ത് വാഗ്ദത്ത നാട് സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇന്നത്തെ സുവിശേഷം മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കപ്പെടുന്ന ജോലിക്കാരുടെ ഉപമയിലൂടെ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യ പ്രവേശനത്തിന്റെ ഒരു മുന്നൊരുക്കമെന്ന നിലയിലാണ് ഇസ്രായേലിനെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്നത്. മൂശ ഇസ്രായേലിനെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്നത് പോലെയാണ് മിശിഹായും മനുഷ്യകുലത്തെ സ്വർഗരാജ്യത്തേക്ക് നയിക്കുന്നത്. മൂശ വാഗ്ദത്ത നാടിനെക്കുറിച്ചും അവിടെ പ്രവേശിക്കുന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ചും അവിടെ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിന് ഏതു സമയവും സാഹചര്യവും അനുയോജ്യമാണെന്നും ആരും ഒരിക്കലും വൈകിയിട്ടില്ലെന്നും ദൈവിക പദ്ധതിയിൽ എല്ലാവർക്കും അവിടെ സ്ഥാനമുണ്ടെന്നും ദൈവത്തിന്റെ പദ്ധതിയും നീതിയും മാനുഷിക നീതിക്കും ചിന്തയ്ക്കും അപ്പുറമാണെന്നും പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ. വിളിക്കപ്പെട്ട സമയമോ ജോലി ചെയ്ത സമയമോ ഒന്നുമല്ല. കർത്താവിന്റെ വിളി സ്വീകരിക്കാനും അവിടുത്തെ വാക്കനുസരിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാനുമുള്ള മനസ്സാണ്, അനുസരിക്കാനുള്ള മനസ്സാണ് സ്വർഗരാജ്യ പ്രവേശനത്തിന് യോഗ്യമാകുന്നതെന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു. കർത്താവിന്റെ കാരുണ്യവും നീതിയുമാണ് പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത്. ദൈവ തിരുമുൻപിൽ എല്ലാവരും തുല്യരാണെന്നും ഓരോരുത്തരും അവനവന് ലഭിക്കുന്ന സാഹചര്യത്തോട് ചേർന്ന് ജോലി ചെയ്താൽ തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്നും തിരുവചനം പറയുന്നു. മനുഷ്യൻ വിലയിരുത്തുന്നത് പോലെയല്ല ദൈവം വിലയിരുത്തുന്നത്. ദൈവം ഒരുവനെ അവന്റെ സമഗ്രതയിൽ കാണുമ്പോൾ മനുഷ്യൻ അവ കാണുന്ന വശം മാത്രം കണ്ട് വിലയിരുത്തുകയും വിധിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ നീതിയിലും നന്മയിലും ശരണം വെച്ച് ജീവിച്ച് സ്വർഗരാജ്യം നേടാനാണ് ഏലിയാ ശ്ലീഹ മൂശക്കാലത്തിന്റെ ചൈതന്യത്തോട് ചേർന്ന് ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത്. ദൈവത്തിന്റെ നീതിയിലും നന്മയിലും ശരണം വെച്ച് ജീവിച്ച് സ്വർഗരാജ്യം നേടാനാണ് ഏലിയാ ശ്ലീഹ മൂശക്കാലത്തിന്റെ ചൈതന്യത്തോട് ചേർന്ന് ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത്. മൂശ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചതുപോലെ
മിശിഹ നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് വിളിക്കുന്നു. അവിടുത്തെ വാക്കുകൾ ശ്രവിച്ചാൽ ആർക്കും എപ്പോഴും സ്വർഗരാജ്യ പ്രവേശനത്തിന് യോഗ്യത നേടാം. ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാനുള്ള ആഹ്വാനമാണ് കോരിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നൽകുന്നത്. മിശിഹായുടെ പരിമളമെന്ന നിലയിൽ ദൈവത്തിന്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ചാണ് സ്ലീഹ പറയുന്നത്. ദൈവവചനം കച്ചവടം ചെയ്യുന്നവരായി മാറാതെ, ദൈവവചനത്തെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാതെ, വിശ്വസ്തരും ദൈവത്താൽ നിയുക്തരും അവിടുത്തെ സന്നിധിയിലുള്ളവരുമെന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യാനാണ് സ്ലീഹ നിർദ്ദേശിക്കുന്നത്. മിശിഹായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം നോക്കി പാർത്തിരിക്കുന്ന നമ്മൾ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മിശിഹായുടെ പരിമളമായിക്കൊണ്ട് അവിടുത്തെ സ്വീകരിക്കുവാനും സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുവാനും തിരുസഭ നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ഇന്ന് ദൈവവചനത്തിലൂടെ. ദൈവവചന അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.